എല്ലാം അത് അങ്ങനല്ലല്ലോ ഞാൻ ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ ജിയോ മാർട്ടിൽ ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈയിൽ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും. മൈ വേ ബൈ കല്യാണിയുടെ പുതിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഇവർ കുറച്ചും കൂടിയൊക്കെ മുന്നേ ഇത് ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. വെറും ഒരു ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ട് ഒരു സ്ഥാപനത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് യാതൊരുവിധ വ്യക്തതയും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവരിട്ടിരിക്കുന്ന ഈ ഒരു ലോങ് വീഡിയോയ്ക്കകത്ത് ഇവർ അത്യാവശ്യം പ്രൂഫും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്തിന്? ആ സ്ഥാപനത്തിലുള്ള റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ മെറ്റാ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അവിടെ വന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു, വീഡിയോ ഷൂട്ട് ചെയ്ത് വെളിയിൽ ഇടുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കല്യാണി ആ ഒരു വിഷ്വൽസ് ഉൾപ്പെടെ പുള്ളിക്കാരത്തിയുടെ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കാണാം. അതായത് ഈ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് എടുത്തു എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. ഒന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. അത് അങ്ങനല്ലല്ലോ ഞാൻ ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ ജിയോ മാർട്ടിൽ ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈയിൽ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ അടയ്ക്കുമ്പോൾ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്ത് പോകുന്നത്. വേറെ വേണം അല്ല, പഴയതിലോട്ട് പോകണ്ട. ഫയൽ ഇവിടെ കേട്ടെ, ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ എല്ലാം വേണം. ഇത്രയും ഡിലേ ആയിരുന്നു. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രീറ്റ് ചെയ്തതിന്റെ ഫയലും ഡീറ്റെയിൽസും നമ്മൾ ചോദിക്കുന്നതിനകത്ത് തെറ്റില്ല. അത് കൊടുക്കാനായിട്ട് ആ ഹോസ്പിറ്റലുകാരും ബാധ്യസ്ഥരായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു റൂൾ അനുസരിച്ച്. ഓക്കെ. പക്ഷേ ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞതുപോലെ അവിടെ ഭയങ്കരമായി ബഹളം വയ്ക്കുന്നതായിട്ടോ ഭയങ്കര സീൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടോ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണുന്നില്ല. ഇനി മേ ബി ഇവരുടെ ഒരു നല്ല പോർഷൻ മാത്രം മേ ബി ഷൂട്ട് ചെയ്തതാണോ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ അവരുടെ സൈഡിൽ നിന്നും കൂടി ഒരു എക്സ്പ്ലനേഷൻ, അതായത് ഇതുപോലെയുള്ള വീഡിയോ വിഷ്വൽസ് എല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ഇത് ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയാൻ പറ്റും. ഇതിപ്പം കല്യാണിയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനകത്ത് വലിയ രീതിയിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കിയതോ ബഹളം ഉണ്ടാക്കിയതോ ആയിട്ടോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീഗലി മാം വന്നിട്ട് സംസാരിക്കട്ടെ. ദിസ് ഇസ് നോട്ട് മൈ ക്ലിനിക്. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം ഓക്കെ. അപ്പം ഇതായിരുന്നു ആ ഒരു വീഡിയോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണിയുടെ ഈ ഫേസിൻ്റെ ഈ രണ്ട് ഭാഗത്ത് ഒരു കറുപ്പ് പോലെ കണ്ട് പുള്ളിക്കാരത്തേക്ക് കണ്ടിട്ടുണ്ടായി. ഇത് ഇവർക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണെന്നാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ അച്ഛനും ഇതുപോലെയുള്ള പാടുണ്ട്. അപ്പം പാരമ്പര്യമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു സ്ഥാപനത്തിന് പോവുകയും അപ്പോൾ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിൽ ഇവർക്ക് യാതൊരുവിധ റിസൾട്ടും കണ്ടിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല ഭയങ്കര രീതിയിലുള്ള പൈസയാണ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതും. പിന്നെ ഓരോ വട്ടം അവിടെ പോകുന്ന സമയത്തും ഓരോ ക്രീമുകൾ ഇവരെ അടിച്ചേൽപ്പിക്കാറുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവരിപ്പം വന്ന് സംസാരിക്കുന്നത്. അപ്പം ഇവർക്ക് ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ഡൗട്ടായ സമയത്ത് ഇവർ ബില്ല് ചോദിച്ചു, എന്നെ ഇത്ര നാൾ ട്രീറ്റ് ചെയ്തതിൻ്റെ ഫയൽ ചോദിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ കൊടുത്തിട്ടില്ല, പിടികിട്ടിയില്ലേ. അപ്പോൾ കല്യാണി അവർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ഇങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ വളരെ വ്യക്തതയോടെ വേണം വന്ന് സംസാരിക്കാനായിട്ട്. നിങ്ങളുടെ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ട സമയത്ത് നമുക്ക് കാണുന്നവർക്കൊന്നും അത് പ്രോപ്പറായിട്ട് എന്താ സംഭവം എന്ന് പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ്. ഇവരെവിടെ പോയി കഴിഞ്ഞാൽ ഇവർ വീഡിയോ ഇടും. ഇവരെന്തുകൊണ്ട് അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വീഡിയോ ഇവർ ചെയ്തില്ല? ഇവരെല്ലാ കാര്യങ്ങളും അതായത് ഇവരുടെ പേഴ്സണൽ ലൈഫ് വരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് കിടന്ന് കളിക്കുന്ന ആൾക്കാരെ ഇവരെല്ലാവരും, അത് ഇവരുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവർ കൊണ്ടുവന്ന് ഇവർ പബ്ലിക്കിൽ ഇടാറുണ്ട്. അപ്പം ഈ കാര്യം മാത്രം ഇവർ എന്തുകൊണ്ട് മറച്ചു വെച്ചു
എനിക്കത് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യം എന്താണ്, ഇവർ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്തതിൻ്റെ പേരിൽ ഇവരുടെ മുഖത്തൊരു പാട് വന്നു എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. എന്തായാലും ഇനി കല്യാണിയുടെ വീഡിയോയിലോട്ട് പോകാം. ഇനി രണ്ടാമത്തെ കാര്യം അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്തിനാണ് ഞാൻ ആ ക്ലിനിക്കിൽ പോയെന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് അവരതിൽ പറയുന്നത്, അതായത് എൻ്റെ മുഖത്ത് കുരുവെന്നാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കറക്റ്റായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു ഇതാണ്. ഞാൻ മാക്സിമം എന്നും വീഡിയോ ഇടാൻ നോക്കാറുണ്ട്, ഷോർട്സ്. അപ്പോൾ അതിൽ നോക്കിയാലും ഒക്കെ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഫേസിലെ കുരുവോ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പാട് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു പാട് എൻ്റെ 2 സൈഡിലും ഇതുപോലെ ഉണ്ട്. ഈ ഒരു പാട് ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ട് വന്നെന്നാണ് ആ കുട്ടി പറയുന്നത് വീഡിയോയ്ക്കകത്ത്. അപ്പൊ അത് അങ്ങനെ അല്ല എന്ന് എനിക്ക് കാണിക്കാൻ ഞാൻ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് എന്തൊക്കെയാന്ന് വെച്ചാലും സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ പറയുക. അതായത് 8 വർഷം മുമ്പ്, എൻ്റെ മോനിപ്പോൾ 8 വയസ്സാണ്. അപ്പൊ 8 വർഷം മുമ്പ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു പാടിനെ പറ്റിയിട്ട് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ചോദിക്കുന്നതായിട്ടോ ഇത്രയും നാൾ ഇവർ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇവരുടെ സബ്സ്ക്രൈബർ അല്ല. ഇവരുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇവരിത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനിവിടെ ഒരു കമൻറ്റ് വയ്ക്കാം. ഇവരുടെ ഇന്നലത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് വന്നൊരു കമൻറ്റാണ്. എൻ്റെ ഒറ്റ ചോദ്യം, നിങ്ങൾ എന്തിനായിരുന്നു ഈ ഫോളോവേഴ്സിനെയൊക്കെ പറ്റിച്ച്, അതായത് ദിവസവും ഓരോരോ ക്രീമുകളും കൊണ്ടുവന്ന് ഇത് നല്ലതാണ്, സ്കിൻ വെളുത്ത് പാറും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ രഹസ്യമായി ഒരു ഹോസ്പിറ്റലിൽ പോയി. നിങ്ങൾ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്, പാചകം ചെയ്യുന്നു, മോനെ വിടുന്നതും എക്സെട്ര എല്ലാ കാര്യങ്ങളും പബ്ലിക്കിൽ പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോകുന്നു എന്നോ, പാരമ്പര്യമായി കിട്ടിയത് ചികിത്സിക്കാൻ 75 കിലോമീറ്റർ താണ്ടി ഞാനിവിടെ വന്നു, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അറിയിച്ചോ? ഇല്ല. എന്നിട്ട് പിന്നെയും എത്ര പെയ്ഡ് പ്രൊമോഷൻ നിങ്ങൾ ഇട്ടു. ഇപ്പോൾ വന്നിരുന്ന് പശുവും ചത്തു, മോരിലെ പുളിയും പോയി, ആർക്കാണ് തെറ്റ് പറ്റിയത്? നിങ്ങൾക്ക് സമൂഹത്തിനോട് എന്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്? എത്രയോ കുഞ്ഞുങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടാകും. സത്യമല്ലേ? ഇതിൻ്റെ ബാക്കി ഞാൻ അങ്ങോട്ട് വായിക്കുന്നില്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു പാട്, ആ പാടിനെ പറ്റി ഇവരെവിടെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവരെന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവർ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇതിനെപ്പറ്റി മാത്രം ഇവരൊന്നും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ, അതായത് ഈ 2 പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെന്തിനാണ് ഫേക്കായിട്ട് കുറേ ക്രീംസൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്? എത്ര പേര് ഇവരുടെ വാക്ക് വിശ്വസിച്ച് അത് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും? അവർക്കൊക്കെ അവരുടെയൊക്കെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ, ഈ ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങൾ, ആ മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞു വരുന്നത്, ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്രീമുകളും നിങ്ങൾ പോയി വാങ്ങിക്കരുത്. ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഇതിരുന്ന് കണ്ടുകൊണ്ടിരിക്കാനോ ദൈവത്തോർത്ത് പോകരുത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലൊക്കെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് പെടും. ഇവരെന്തോരം ഡയലോഗായിരുന്നു ഓരോ ക്രീംസും പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ കിടന്ന് പറയുന്നത്. ഓരോ സൺസ്ക്രീനുമായിട്ടൊക്കെ വരുന്ന ഒരു ഘട്ട സൺസ്ക്രീനുമായിട്ട് വരുന്ന എങ്ങാണ്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അങ്ങനെ തേക്കും, ഇത് ഇങ്ങനെ തേക്കും, മറ്റേതാ മറിച്ചതെന്ന്. എന്നിട്ട് ഇപ്പോൾ ഇവർ വന്നിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വന്ന് സംസാരിക്കുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഡൗട്ട് അടിക്കും. അപ്പം ഇവർ പറയുന്നതിനകത്ത് എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, ആ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരുപാട് സെലിബ്രിറ്റീസ് ഉൾപ്പെടെ അവിടെ വരുന്നതാണ്. അവർക്ക് ആർക്കും ഇത്തരത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പം പിന്നെ ഇവർക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. ഇനി കല്യാണി പറയുന്ന ബാക്കിയൂടെ കേൾക്കാം. അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. എൻ്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛൻ്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കും ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ എനിക്കിനി ഇങ്ങനെ പ്രായം കൂടി വരുന്തോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമലായിട്ട് ഒരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോവില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാൽ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട്, ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട്.
നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ ചെല്ലുന്നത്. അപ്പൊ കാണാൻ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കല്യാണി ഇത് പെട്ടെന്ന് മാറില്ല, നമുക്കൊരു 3-4 മാസം ടൈം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓക്കെ ഡോക്ടർ, ഇത് കുഴപ്പമൊന്നുമില്ല, കാരണം അവർ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഓക്കെ, അവർ ഓപ്പണായിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് മാറില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കണം, കാരണം ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഹീലായിട്ട് വരണം, സ്കിൻ നല്ലതാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്നോട് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എന്തായാലും നമ്മളൊരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ നമുക്ക് മെഡിസിൻ തരും. അപ്പോൾ നമ്മളത് ആ പറയുന്ന രീതിയിൽ കുടിക്കും അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചു പോയ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞോ അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു, ട്രീറ്റ്മെന്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സാധനങ്ങൾ, അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബോഡിക്കകത്ത് ഇതൊക്കെ നന്നായിട്ട് കൂടി നിന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നന്നായി വരൂ എന്ന് നമ്മളോട് കൺവിൻസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ടൈമിൽ പോയ സമയത്തെ ബില്ല്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. അവർ ഓരോ വട്ടം പോകുമ്പോഴും ഓരോ ക്രീമുകൾ നല്ല പൈസ കൊടുത്ത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അത് അവരുടെ രീതിയാണ്. ഇപ്പം അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം ഫേമസ് ആയിട്ടുള്ള ടോണി ആൻഡ് ഗൈലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഹെയർ കട്ടോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് സാർ നല്ലൊരു സൺസ്ക്രീൻ ഉണ്ട്, ഇത് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എടുത്തു തരും. ഞാൻ ഇടയ്ക്ക് വെച്ച് പോയ സമയത്ത് അവരൊരു സൺസ്ക്രീൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം 1600 രൂപ സംതിങ് ആണ് ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നു. പറയുന്ന രീതിയിൽ അത് വലിയ സംഭവമാണോ ഭയങ്കര ഇതാണെന്നുള്ള രീതിയിൽ ഇതില്ല. കാര്യം അത് അവരുടെ രീതി അങ്ങനെയാണ്, മനസ്സിലായ. അത് എങ്ങനെയെങ്കിലും കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അവരൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവരൊക്കെ അതിനകത്തോട്ട് ചെന്ന് വീണ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇവർ പറയുന്നുണ്ട് ഇവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, അതാണ് ഇതാണ്, പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേ ഇത്രയും നാളുകളായിട്ട് ആ ഒരു സ്ഥാപനത്തെ പറ്റി ഒരു മോശം അനുഭവം ഇന്നേ വരെ ആരും പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല. പിന്നെ ഈ റിസപ്ഷനിസ്റ്റ് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്, ഡോക്ടർ ഉൾപ്പെടെ ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് ഇവർ സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും അവിടെ വന്ന് ബഹളം വെച്ചുവെന്നും കൊളാബ് ചോദിച്ചുവെന്നും എല്ലാ വിവരവും പറയുന്നുണ്ട്. അപ്പോൾ ഇവരിൽ ആര് പറയുന്നതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കേണ്ടത്? അങ്ങനെ ആ ടൈമിൽ പോയ സമയത്തെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ പോയ സമയത്തെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ച് ഇറങ്ങി. അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. ഫോട്ടോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. അതായത് 8 വർഷം മുന്നേ, അതായത് എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ +2 ടൈമിലേയും ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. പറ്റുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിട്ട് നിങ്ങൾ ആലോചിക്കണം, ഞാൻ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്തിട്ടാണ് കൊളാബ് ചോദിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ 2ാമത്തെ തവണ ചെന്നപ്പോൾ കൊളാബ് ചോദിച്ചു. അത് അവർ നൽകാത്തതിൻ്റെ ദേഷ്യത്തിലാണ് അവരുടെ ക്ലിനിക്കിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ വിസിറ്റ് ചെയ്തിട്ട് 2ാമത്തെ തവണ ചോദിച്ചു. അവർ പറയുന്നത് ഞാൻ അവർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ വേറെ എവിടെ പോയി അന്വേഷിച്ച സമയത്ത് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഇത്രയും പൈസയുടെ കാര്യമൊന്നുമില്ല, വളരെ ചെറിയ ചിലവിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്ന് അതിനെപ്പറ്റി സംസാരിക്കുകയും പിന്നെ നിങ്ങൾ കൊളാബ് ചോദിക്കുകയും അങ്ങനെയാണ് അവർ ആരോപിച്ചൊരു കാര്യം. പക്ഷേ ഇവിടെ കല്യാണി പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, എനിക്ക് അതിൻ്റെ കാര്യമില്ല, അതാണ് ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് അവരുടെ സൈഡിൽ നിന്ന്, അതായത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ സൈഡിൽ നിന്ന് ഈ വായും കൊണ്ട് പറയുന്നതല്ലാതെ അവിടെ ചുറ്റിനും CCTV ഉണ്ട് അവിടെ. അപ്പം നിങ്ങൾ അവിടെ എന്തെങ്കിലും ഫൂട്ടേജോ കാര്യങ്ങളോ ഇവർ കിടന്ന് ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്നതോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്ത് വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, കല്യാണി അവരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്ത സമയത്ത് അവരവിടെ വന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ, ഞാൻ മറ്റേ എല്ലാ ബില്ലും ഫയലും എല്ലാം ഞാൻ ഉടനെ തിരിച്ചു കൊടുത്തോളാം എന്നുള്ള രീതിയിൽ. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊക്കെ ഒബ്വിയസ്ലി അത് സംശയം അടിക്കും. പക്ഷേ ഇവർ ഇത്രയും എന്താ പറയണ്ടേ, ജനങ്ങളോടെ അടുത്ത് നിന്നിട്ട് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഇത്രയും അങ്ങ് ഭയങ്കര നീതി പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ നിന്നിട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു പാടിനെ പറ്റിയും ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ ഇവർ മറച്ചു വെച്ചത്? അതിലെന്തെങ്കിലുമൊക്കെ കള്ളത്തരവില്ലേ? 8 മാസം ആ ക്ലിനിക്കിൽ ചെന്നിട്ടുണ്ടെന്ന്. അങ്ങനെ 8 മാസം ഞാൻ കറക്റ്റായിട്ട് പേയ്മെൻറ്റും കൊടുത്ത് എല്ലാം കൊടുത്ത് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ബില്ല് താന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടാറില്ല. അവരെന്നോട് പറയും വാട്സപ്പിൽ ബില്ല് സെൻഡ് ചെയ്യാം മാം. അപ്പം ഞാൻ ഓക്കെ പറയും. പക്ഷെ ബില്ല് അയച്ചോ ഇല്ലയോ എന്ന കാര്യം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറയും, ഞാൻ ഓക്കെ പറയും. ഇത് അവർ തെളിയിക്കണം. കാരണം ആ ഒരു ക്ലിനിക്കിൽ ഫുള്ള് ക്യാമറയാണ്. അവിടെ ഡോക്ടറിന്റെ ക്യാബിനകത്ത് പോലും ക്യാമറയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിൻ്റെ ഒരു പ്രൂഫ് അവരിത് കാണിക്കണം. ഇത്രയും വലിയൊരു അലിഗേഷൻ എൻ്റെ നേരെ വെക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രൂഫ് അവരെൻ്റെ എനിക്ക് തരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കൊളാബ് ചോദിക്കുന്നതിൻ്റെ, അല്ലാതെ എനിക്ക്
ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. കാരണം ഈ രണ്ടാമത്തെ തവണ വിസിറ്റ് ചെയ്ത് ഞാൻ കൊളാബ് ചോദിച്ചിട്ട് ബാക്കി ഇത്രയും തവണയും ഞാൻ എൻ്റെ പേയ്മെന്റ് കൊടുത്ത് ഞാൻ ബില്ല് പോലും വാങ്ങിക്കാതെ അവർ വാട്സപ്പിൽ അയക്കാന്ന് പറയുന്ന വിശ്വസിച്ച് ഞാൻ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഞാൻ കൊളാബ് തരാത്തതിന്റെ ദേഷ്യത്തിൽ 8 മാസം അവർ പറയുന്നത് ഞാൻ 8 മാസം ചെന്നു എന്നാണ് കേട്ടോ. പക്ഷെ 8 മാസം അല്ല, നമ്മൾ ഒക്ടോബർ 9-നാണ് ചെന്നത്. പിന്നെ നമ്മൾ 6.25 മാസത്തോളേ ചെന്നിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് വരെ ഞാൻ എന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോടോ ഞാൻ കൊളാബ് അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല. അപ്പോൾ അവര് അത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ളത്. CCTVയും എല്ലാം ഉള്ള ക്ലിനിക് അല്ലേ, അപ്പൊ അവരത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ള കാര്യത്തിന്. പറയുന്നത് അവര് പറയുന്നത് എന്തിന് ഇങ്ങനെ ഒക്ടോബർ തൊട്ടാണെങ്കിലും ഇപ്പം ഏകദേശം 8 മാസമൊക്കെ ആവാറായില്ലേ. അപ്പം ഹോസ്പിറ്റലുകാർ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ഇത്രയും നാൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ആ സമയം വരെ അവർക്ക് ബില്ലോ കാര്യങ്ങളോ ഒന്നും ചോദിക്കണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ചോദിക്കേണ്ട ആവശ്യം എന്താണ് എന്ന്. പക്ഷേ പേഷ്യൻസിന് ചോദിക്കാൻ പറ്റും, അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അത് ചോദിക്കുന്ന സമയത്ത് അത് കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് ഇവിടെ അവർ ചെയ്യേണ്ടത്. പക്ഷേ ഈ 8 മാസത്തോളം, അതായത് ഇവർക്ക് ആ ഒരു സ്ഥാപനത്തിനോട് ഒരു ട്രസ്റ്റ് ഉണ്ടായിട്ടല്ലേ ഇവർ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പം ഇത്രയും നാൾ അവരെ വിശ്വസിച്ച് അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇവർ ഇങ്ങനെ മാറാനുള്ളൊരു ഒരു 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 സാധനം ഉണ്ടല്ലോ, അതെന്താണെന്നുള്ളൊരു ഡൗട്ടാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അത് ക്ലിയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഈ പറയുന്ന ഇവർക്കായാലും അവർക്കായാലും എന്തെങ്കിലുമൊക്കെ അവരുടെ ഇടയിലൊക്കെ സംസാരിച്ചേക്കുന്ന കോൺവെർസേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് വിടണം. പുറത്ത് വിട്ട് കഴിഞ്ഞാലേ ഇതിനൊരു വ്യക്തത വരത്തുള്ളൂ. അതായത് സ്വാഭാവികമായിട്ടും 8 മാസമായിട്ട് ട്രീറ്റ്മെൻറ്റ് നടന്നിട്ട് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ ഇവരവരെ വിളിച്ച് അറിയിക്കുന്ന സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ ആ കോൾ റെക്കോർഡ് ഇവർ ഇത്രയും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച സ്ഥിതിക്ക് ഇവർ അതും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഡോക്ടറെ വിളിച്ചിട്ട് പറയും, ഡോക്ടറെ ഞാൻ ഇത്രയും നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, എനിക്കിവിടെ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല, എൻ്റെ പാടൊന്നും മാറുന്നില്ല, ഇത് കൂടി വരുവാണ്, നിങ്ങൾ തന്ന ക്രീം ഞാൻ നിർത്തിയതിന് ശേഷമാണ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ ഇവർ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇവർക്ക് ഇതെല്ലാം ഇവർ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമല്ലേ. അങ്ങനെ സംസാരിക്കുന്ന വോയിസ് ഉൾപ്പെടെ ഇവർ റെക്കോർഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നത് തെളിവുകളെല്ലാം കോടതിയിൽ കൊണ്ടുപോയി ഞാൻ കൊടുക്കും, കോടതി കേസ് നടക്കുമ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവർ പറയുന്നുണ്ട് ഞാൻ എല്ലാ കേസെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ വന്നു. അതൊക്കെ ഏത് വർഷം തീരുമെന്നാണ് പറയുന്നത്. കോടതിക്ക് ഇതാണോ പണി? നേരം വെളുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പരിപാടികൾ തീർക്കാം. കോടതിക്ക് ഒരുപാട് കേസുകളുണ്ട്. ഒരു ക്ലിനിക്ക് ആണെങ്കിൽ ഞാൻ എന്തിന് 8 മാസം എന്നാണ് അവർ പറയുന്നത്, പക്ഷെ ഞാൻ 6.5 മാസമേ പോയിട്ടുള്ളൂ. അപ്പൊ എന്തിന് ഇത്രയും സമയം ഞാൻ അവിടെ പോയി? നിങ്ങൾ ആലോചിക്കണം, ഇവിടുന്ന് 10-75 കിലോമീറ്റർ ഉണ്ട്. ഞാൻ മെനക്കെട്ട് അവിടെ എന്തിനു പോയി എന്ന് ചോദിച്ചാൽ നമ്മളോട് തുടക്ക സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കരുത് കല്യാണി, ഇതിന് സമയം എടുക്കും. കാരണം പണ്ട് മുതലേ ഉള്ള സാധനമല്ലേ, പിന്നെ പേരൻസിനും ഉണ്ടായോണ്ട്, അതായത് എൻ്റെ അച്ഛനും ഉണ്ടായോണ്ട് അതിന്റെ സമയം എടുക്കും നമ്മളോട് പറഞ്ഞുകൊണ്ട് എനിക്കത് ഭയങ്കര കൺവിൻസ് ആയിരുന്നു. ഓക്കെ, ടൈം എടുത്താലും സാരമല്ല, ഇനിയിപ്പം ഇത് മാറുമല്ലോ, കുഴപ്പമില്ലല്ലോ, ഇനി ഇതിങ്ങനെ തെളിഞ്ഞു വരില്ലല്ലോ, അച്ഛൻ്റെ നന്നായിട്ട് തെളിഞ്ഞു വന്നു ഇപ്പോൾ. അപ്പൊ അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അങ്ങനെ തന്നെ എൻ്റെ ഒരു 4-5 മാസം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മാസം 5 മാസമൊക്കെ ആയിട്ടും ഈ പാടിന് വലിയ മാറ്റങ്ങളൊന്നും വരാത്തോണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇതുപോലെ മാറ്റങ്ങൾ വരുന്നില്ല, മാത്രമല്ല എൻ്റെ ഫേസ് ഒന്നുകൂടെ ഡാർക്ക് ആവുന്നു, കുഞ്ഞു കുരുക്കളൊക്കെ വരാൻ തുടങ്ങി എന്നുള്ള കാര്യം നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ, നിങ്ങളുടെ ഈ ട്രീറ്റ്മെൻറ്റ് ഈ പരിപാടികളെല്ലാം അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്ത് ജെന്യൂനിറ്റി ഉണ്ട്? കുറേ വ്യാജമായിട്ടുള്ള കുറേ ക്രീംസ് പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടി നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇവിടെ ബലിയാടാക്കുമല്ലായിരുന്നോ? ഒന്ന് ആലോചിക്ക്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും നിങ്ങൾക്ക് പറയാം, എനിക്ക് പാരമ്പര്യമായിട്ട് വന്നൊരു പാടാണിത്, അല്ലെങ്കിൽ ഈ പാട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പ്ലാനുണ്ട് എന്ന് പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് നിങ്ങൾ ഒരുപാട് ക്രീമുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെ വിശ്വസിച്ച് ആ ക്രീമുകൾ വാങ്ങിച്ച്, ആ ക്രീമുകളൊക്കെ നിങ്ങൾ ആലോചിച്ചോണം, ഇവർ ഓരോ പ്രൊഡക്ട്സ് എടുത്ത് സൈഡിൽ കാണിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്കാണ് അതിനകത്ത് പൈസ കയറുന്നത്. യൂട്യൂബിൽ നിന്നായാലും പിന്നെ അല്ലാതെയും ഇവർക്കാണ് അതിൽ നിന്ന് നേട്ടം ഉണ്ടാകുന്നത്. ഇപ്പം ദൈവത്തെ ഓർത്ത് ഇത്തരത്തിലൊക്കെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടാതിരിക്കുക. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്ന ഒരു കേസ് ആയിക്കോട്ടെ, പല രീതിയിലും പല വീഡിയോസും പലരും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് മുന്നേ മൂപ്പൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു സൺസ്ക്രീനെയൊക്കെ പറ്റിയിട്ട്. ഇപ്പോൾ ഈ സാധനം കറങ്ങി തിരിഞ്ഞ് ഏത് രീതിയിൽ വന്നു ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലൊക്കെ അതായത് ഇങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് വന്ന് അത് അടിപൊളിയാണ് ഇങ്ങനെ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക.
അവർ പറഞ്ഞു അപ്പോൾ അത് മാം എനിക്ക് ഈ പാട് മാറാത്തത് സ്കിന്ന് ഹൈഡ്രേറ്റ് ആവാത്തോണ്ടായിരിക്കും, അപ്പം നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാന്ന് വെച്ചിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ അവർ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷൻ ചെയ്തത് മുഖേന എൻ്റെ ഫേസിൽ രക്തം കട്ട പിടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് അവർക്ക് അവരുടെ വാട്സപ്പിൽ അയച്ചു, ഇതുപോലെ എനിക്കിങ്ങനെ രക്തം കട്ട പിടിച്ച് ഭയങ്കര വേദനയുണ്ട്, കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുമായിരുന്നു, അപ്പം അത് നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതവർക്ക് ഞാൻ എന്നിട്ട് എൻ്റെ കൺസേൺ ആയിട്ട് അയച്ചതാണ് കേട്ടോ. എൻ്റെ ഫേസിൽ ഇതുപോലെ ഈ മരുന്ന് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇവിടെ ദാണ്ട ഇങ്ങനെ കട്ട പിടിച്ച്, മരുന്നാണോ ഇനി ബ്ലഡ് ആണോ എന്നറിയില്ല, നല്ല വേദനയും നീരും ഒക്കെ ആയിരുന്നു. അപ്പം ഞാനത് അവരോട് പറഞ്ഞപ്പോൾ അവര് ഈ ഒരു ക്രീം ഡേറ്റ് മുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം വാങ്ങി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞു. എനിക്കിത് മസാജ് ചെയ്തിട്ടും കുറയാത്തോണ്ട് തന്നെ നമ്മൾ വീണ്ടും കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് മാറും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തന്നെ നമുക്കൊരു ക്രീം ഇവര് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണെങ്കിൽ ലോകത്തില്ലാത്ത വിലയുമാണ് കേട്ടോ, അത്രയും വിലയാണ് ആ ക്രീമിന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ക്രീം യൂസ് ചെയ്തിട്ട് എൻ്റെ ഇത് മാറാനാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും, അപ്പൊ പറഞ്ഞു ഇത് അങ്ങനെയുള്ള ക്രീമും കാര്യങ്ങളും ഒന്നും അല്ല, ഇതുപോലെ നമ്മുടെ പിഗ്മെന്റേഷൻ പോവാൻ വേണ്ടിയിട്ടുള്ളതാണ്, തേക്കുമ്പോൾ ആദ്യം ഒന്ന് ഡാർക്ക് ആവും, പിന്നെ ആയിരിക്കും നമുക്ക് ഈ പാടൊക്കെ മങ്ങാൻ തുടങ്ങാന്ന് പറഞ്ഞു. ഓരോ തവണയും അവർ ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളത് ഓക്കെ മാറും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഈ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ സ്കിന്ന് ഭയങ്കര മോശമാവാൻ തുടങ്ങി. ഇവിടെ എല്ലാം ഇങ്ങനെ ആദ്യം ഇവിടെ എല്ലാം ഇങ്ങനെ വന്നു. അപ്പോൾ മാർച്ച് മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചൂടുകുരു ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഇവിടൊക്കെ പാട് വരാൻ തുടങ്ങി. എനിക്കറിയാം യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താന്ന്. അപ്പോഴും ഞാനിങ്ങനെ ഇതിന്റെ കാരണമാണ് എന്നുള്ള ചിന്ത എനിക്ക് പോകുന്നില്ല. ചിലപ്പോൾ ചൂടായതുകൊണ്ട് ചൂടുകുരു വന്നതായിരിക്കും ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് എന്താ പറയണ്ടത്, നിങ്ങൾ ഈ പറയുന്ന ഡോക്ടറിനോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ 3 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് അതിൻ്റെ മെയിൻ ഡോക്ടർ വരുന്നതെന്ന്. നിങ്ങൾക്ക് അവരെ പോയി നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ളൊരു മാർഗ്ഗമാണ് നിങ്ങൾ അവിടെ കണ്ടെത്തേണ്ടത്. നിങ്ങളതെല്ലാം വെച്ചുകൊണ്ട് പിന്നെയും എങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. കാര്യം ഈ ഇപ്പോൾ ക്രീം അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ മേ ബി സത്യമായിരിക്കും കേട്ടോ. അതൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. അതിനകത്തൊക്കെ ചെന്ന് പെടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതൊക്കെ മേ ബി അവർ പറയണ സത്യമായിരിക്കും. പക്ഷേ ഇത് ഇത്രയും വലിയൊരു സ്ഥാപനം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് മാത്രം അവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു, സബ്മിത്ത വർമ്മയുടെ. പുള്ളിക്കാരത്തി പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത ഫ്രണ്ടാണ് ഈ പറയുന്ന നിലൂഫർ, അങ്ങനെയാണെന്ന് തോന്നുന്നു അവരുടെ പേര്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്താണ് പറയുന്നത്, അവർ നല്ലൊരു ലേഡിയാണെന്നൊക്കെ അവരെ പറ്റി വളരെ നല്ലൊരു രീതിയിലാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. ഒരു മനുഷ്യരും അവരെ പറ്റി മോശം പറയുന്നില്ല. പിന്നെ ഇത് കല്യാണിക്ക് മാത്രം ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്നിട്ട് ഞാൻ ആ ക്രീമൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ, അതായത് സീച്ചേട്ടനും എല്ലാം എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതങ്ങ് നിർത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ എല്ലാം അങ്ങ് പോയി, ആ ഒരു വന്ന സംഭവങ്ങളെല്ലാം. അപ്പം നമുക്ക് പതുക്കെ ഡൗട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഇത്രയും മാസം ഇത്രയും കാശ്, നല്ല രീതിക്ക് കാശായിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരെന്താ ഇങ്ങനെയെന്നുള്ളത് നമുക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്ലിനിക്കിൽ ചെല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതുകൊണ്ട് രണ്ടാമത് എടുന്ന് ഷൂട്ട് ചെയ്യാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്, 12:50 അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പം ആ ഒരു സമയം ആയപ്പോൾ നമുക്ക് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഓക്കെ, കാരണം ഇവിടെ വരെ എനിക്കൊരു ഷെയ്ഡായി. കാരണം ആ ഇങ്ങനെ ഒരു ഷെയ്ഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പറഞ്ഞ പോലെ കറക്റ്റ് 1 മാസം കുറച്ച് നാളും കൂടെ ഞാൻ ആ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മാസം കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഇങ്ങനെ പോകുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് വർക്കാവില്ല എന്നുള്ള കാര്യം ഓൾറെഡി മനസ്സിലാവാൻ തുടങ്ങി. തുടങ്ങി നല്ല നമുക്കറിയാലോ, ഇത്രയും നാളും ഞാൻ ആ സമയം, എൻ്റെ സമയം, യാത്ര, ഒരു ദിവസം, അതെല്ലാം കൊടുത്ത് ഇതാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഇത്രയും പരിപാടികളെല്ലാം ചെയ്തിട്ട് ഒരു വെട്ടം പോലും വന്ന് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഇവർ ഈ ഒരു വിഷയം പറഞ്ഞിട്ടില്ല. ഒരു രീതിയിൽ ഇവർ അറിയിച്ചിട്ടില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേട്ടോ ഈ ഒരു വിഷയത്തിൽ. ഇടയിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അതെല്ലാം എൻ്റെ കയ്യിൽ വിത്ത് പ്രൂഫായിട്ടുണ്ട്. ഞാൻ എന്നെ കൺസേൺ അറിയിക്കുന്നതും ഇതുമെല്ലാം. അപ്പം ഇതെല്ലാം എൻ്റെ കയ്യിൽ പ്രൂഫായിട്ടുണ്ട്. എനിക്കിപ്പോൾ നിങ്ങളെ ഒന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് കോർട്ടിൽ അതുപോലെ എനിക്ക് കാണിക്കേണ്ട സാധനങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ തൊട്ട് ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ,
ബില്ല് അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ചോദിച്ചത്. ബില്ല് തരാൻ പറഞ്ഞു. നമ്മൾ മെസ്സേജ് അയച്ച ആദ്യം ചോദിച്ചത് എനിക്കുണ്ടല്ലോ, എനിക്ക് എൻ്റെ ബില്ലുകളെല്ലാം ഒന്ന് തരാമോ, എനിക്ക് അയച്ചിട്ടില്ല. കാരണം ആദ്യം മുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എനിക്ക് ബില്ല് അയച്ചു കേട്ടോ, അയക്കാതൊന്നും ഇരുന്നിട്ടില്ല. പക്ഷെ അവർ അയച്ചേക്കുന്ന ബില്ലെന്ന് വെച്ചാൽ വേണ്ട, ഞാൻ ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബില്ല് ഇതാ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വാദിക്കുന്ന പോലെ എനിക്ക് ബില്ല് ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ ബൾക്കായിട്ട് ബില്ല് അയക്കണ്ടല്ലോ. അപ്പോൾ ബില്ലിങ് തന്നു. അപ്പം ഞാൻ ആ ബില്ലെല്ലാം നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രേ ഉള്ളൂ എന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കിൽ പോയിട്ട് ഈ ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ അയച്ചേക്കുന്ന പൈസയുടെ മാത്രം ഡീറ്റെയിൽസ് എടുത്തു. അപ്പം ഇവർ തന്നക്കുന്ന ബില്ലും ഇതുമായിട്ടും ഗജാന്തരം, അങ്ങനല്ലേ ആ വാക്ക് പറയുന്നത്, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏകദേശം കൺഫേം ആയി എന്തൊക്കെയോ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണ് ആ ഒരു. അപ്പോൾ ഇതാണ് സംഭവം. അതായത് ഈ അവിടെ അയച്ചു കൊടുത്ത പൈസയും അവർ തന്നേക്കുന്ന ബില്ലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പൈസയുടെ കാര്യമായിരിക്കാം. അപ്പം ഈ ഒരു ബില്ലിനകത്ത് ഒരു പക്ഷേ മേ ബി എനിക്ക് തോന്നുന്നു ഇവർ ഈ കുറേ ക്രീമുകളൊക്കെ കൊടുക്കുമെന്ന് പറയുന്നിട്ടില്ലായിരുന്നോ? ആ ക്രീമിൻ്റെ ഒന്നും മേ ബി പൈസ കാര്യങ്ങളൊന്നും മേ ബി അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കത്തില്ലായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്ന പൈസകളിനകത്ത് എന്തെങ്കിലും ഈ ബില്ലിൽ കള്ളത്തരം വരുത്തേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ടോ? ഇല്ല. എന്തായാലും ആ ബില്ലിൻ്റെ ആ ഒരു ജസ്റ്റ് ആ ഒരു ഫോട്ടോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ അല്ലെങ്കിൽ ഒറിജിനലായിട്ട് നമ്മൾ കണ്ടാലേ നമുക്കത് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും കല്യാണി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന സ്ഥാപനത്തിനെതിരെ കേസ് കൊടുത്തതും പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായതും എന്നൊക്കെയാണ്. അവർ കൊളാബ് ചോദിച്ചിട്ടില്ല, അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെയാണ് ഈ ഒരു സ്ത്രീ വന്ന് പറയുന്നത്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോ മനുഷ്യരും മനസ്സിലാക്കിയോ, ഇവരെ ആരെയും വിശ്വസിച്ച് ഒരു സാധനങ്ങളും നിങ്ങൾ പോയി വാങ്ങിക്കരുത്. നിങ്ങളെല്ലാവരെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കുവാണ്. കുറേ വ്യാജമായിട്ടുള്ള കുറേ ക്രീം കൊണ്ടുവന്നിട്ട് അത് തേച്ച് അങ്ങനെയാണ് വെളുത്തോണ്ടിരിക്കും, മറ്റേ സൂര്യൻ മുഖത്തടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങൾ പറഞ്ഞ് അത് പ്രൊമോട്ട് ചെയ്ത്, അതായത് ഇവരുടെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഇവരത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കാണിക്കുന്ന ഉടായ്പകളാണ്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാണിത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.